ഗായ്സ് അപ്പോൾ ഹാൻഡ് പെയിനും ബാക്ക് പെയിനും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും ഗായ്സ്. അപ്പോൾ R15 V3 or V4 വെച്ചിനവർക്ക് മാത്രം തന്നെ അറിയാം ഹാൻഡ് പെയിനും ബാക്ക് പെയിനും ഒക്കെ എത്രത്തോളം വരും എന്നുള്ളത്. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡിൽ ബാർ റൈസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസമായി. ഞാൻ ഒരു മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വച്ച് നോക്കി സാധനം എന്തൊക്കെയാണ് ഫാൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ പോലെ ഇറക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ അപ്പോൾ ഇത് ഇറക്കിയത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് R15 V4 നമുക്ക് എങ്ങനെയാണ് ഈ ഹാൻഡിൽ ബാർ റൈസർ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ എന്തോന്നാണ്, ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നത്, അപ്പോൾ ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് R15 V4 ഹാൻഡിൽ ബാർ റൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കിറ്റായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മളെ വൈസർ ഹൈറ്റ് ചെയ്യണ ഒരു 2 ബുഷ്, പിന്നെ ഹാൻഡിലിൽ അഡ്ജസ്റ്റ് ചെയ്യണ 2 ബുഷ്, പിന്നെ ഈ ഹാൻഡിൽ ബാർ റൈസർ. ഇത് ഇത്രയായിരിക്കും ഒരു സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയായിരിക്കും ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റോക്ക് ഹാൻഡിൽ ബാറിനെ നമുക്ക് ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ട് വേണം നമുക്ക് ഇതിൽ സ്റ്റോക്കായിട്ട് പറഞ്ഞ ഹാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെമ്പിൻ്റെ താഴെയായിരിക്കും, ടോപ്പ് ലൈറ്റിൻ്റെ താഴെയായിരിക്കും ഇത് ഹോൾഡായിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ടോപ്പ് ലൈറ്റിനെ ഊരി നമുക്ക് ഈ ഹാൻഡിലിനെ മുകളിലെടുക്കണം. മുകളിലെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഹാൻഡിൽ ബാർ റൈസർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിരിക്കും ഈ ഹാൻഡിലിനെ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടോപ്പ് ലൈറ്റിനെ ആദ്യം ഊരിയെടുക്കുകയാണ്. R15 V4 ചെയ്യുന്ന എല്ലാ ഓണേഴ്സിനും അറിയാം ഈ V4 വന്നിട്ട് റസ്റ്റ് പ്രൂഫ് അല്ല എന്നുള്ളത്. വണ്ടിയുടെ പകുതി സ്ഥലങ്ങളിലും വണ്ടി ഇപ്പോഴും റെസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതേ കേസ് തന്നെയാണ് നമ്മൾ ഈ ടോപ്പ് ലൈറ്റിൽ ഇടുന്നത്. അപ്പം നമ്മൾ നല്ലതായിട്ട് ഊരി നോക്കി, ഒന്നും ഊരാൻ പറ്റില്ല. പിന്നെ തട്ടിയാണ് ഞാൻ ഊരിയത്. നോക്കിയപ്പം അടി അത്രയും നല്ല തുരുമ്പ് പിടിച്ച്. എന്തായാലും ഒരു കമാൻഡ് അടിച്ചേക്കണം. സ്റ്റോക്ക് ഹാൻഡിൽ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഈ കിറ്റിൻ്റെ കൂടെ തന്നെ നട്ടും ബോൾട്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതിൽ തന്നിട്ടുള്ള നട്ടിനെ തന്നെ അങ്ങനെ നമ്മൾ എടുത്തിട്ടാൽ മാത്രം മതി.
അപ്പോൾ V3 നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഇത് വൈസർ തട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈസർ ബോൾട്ടും നട്ടൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് V4 മാത്രമല്ല V3ക്കും സാധനമുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1600 രൂപയാണ് V4ൻ്റെത്. V3 വന്നിട്ട് 1500 രൂപയാണ്. ആളിൻ്റെ ഷിപ്പിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ വച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് ഇപ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അലുമിനിയം ആയതുകൊണ്ട് തന്നെ ഇതിലെന്തായാലും തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിക്കുമെന്ന് നിങ്ങൾ പേടിക്കേ വേണ്ട. Got a monster inside of me, you better watch out if you ignite me. A road ahead of full prophecy to be the greatest beast the world has ever seen. I feed him every day like the bones clean. I feed him all the hate and he grows me. And he gets claws real big, pissed off quick. And if you cross him, you might drop dead. Metaphorically, of course. ഗായ്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെയും ഈ ചാനലിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ എന്തായാലും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതിനെങ്കിലുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. Negative energy, I expect it. Once it's in your mind, it's infectious. So fight for your life and reject it. You better give me space, I'm protective. My adrenaline spikes when I'm threatened. And if you stay in my way, I'm aggressive. Cause when there's no way